ED ഡയറക്ടർ രാഹുൽ നവീൻ അടിയന്തര റിപ്പോർട്ട് തേടി എന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ ഈ സംഭവത്തിൽ EDയുടെ മേധാവി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ അഭ്യുദയ് ആനന്ദിനോടാണ് ഈ വിശദീകരണം തേടിയിട്ടുള്ളത്, ഈ റിപ്പോർട്ട് തേടിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് ധർമ്മടം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ED ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഒന്ന്, ED ഡയറക്ടർ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ഇന്ന് 12 കേരളത്തിൽ 10 കേന്ദ്രത്തിലും കർണാടകത്തിൽ 2 കേന്ദ്രത്തിലുമായി 12 കേന്ദ്രങ്ങളിൽ ഇന്ന് റെയ്ഡ് നടന്നു. ഇതിൽ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ റെയ്ഡിൽ അക്രമം നടന്നു. അപ്പോൾ കേരളത്തിൽ നടന്ന റെയ്ഡും അതുപോലെ തന്നെ നടന്ന അക്രമങ്ങളും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അടിയന്തര റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത്. രാഹുൽ നവീൻ EDയുടെ ഡയറക്ടർ, ED മേധാവിയാണ്. അതായത് കേന്ദ്രം കൃത്യമായി ഈ റെയ്ഡിൽ ഇടപെടുന്നു എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അടിയന്തര റിപ്പോർട്ട് നൽകാൻ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടറോടാണ് അഭ്യുദയ് ആനന്ദിനോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 പാർട്ടാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മറ്റൊന്ന്, ഈ അന്വേഷണ സംഘത്തിന് നേരെ നടന്ന അക്രമങ്ങൾ, അതിൽ കേരളത്തിലെ പോലീസ് എടുത്ത നിലപാട്. ഇപ്പോൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ED ഉദ്യോഗസ്ഥർ കേരള പോലീസിനെതിരെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. ഏതാണ്ട് അതിന് സമാനമായാണ് ED വണ്ടിയുടെ ഡ്രൈവർ നേരത്തെ ഷഫീദ് റാവുത്തറിനോടും സംസാരിച്ചത്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം, കേന്ദ്രം കൂടുതൽ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിരിക്കാം ഈ കേരളത്തിലെ റെയ്ഡ് സംബന്ധിച്ച്, അക്രമം സംബന്ധിച്ച് രാഹുൽ നവീൻ ED ഡയറക്ടർ തന്നെ നേരിട്ട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഡീഷണൽ ഡയറക്ടർക്ക് അതിൻ്റെ ചുമതലയും നൽകിയിരിക്കുന്നത് ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.